ഇന്നത്തെ വീഡിയോ ഒരു ക്ലീൻ കോൾ മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഹെയർ ഒക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മാക്കിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. സ്റ്റുഡിയോ ഫിക്സ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് NC20 ആണ്. ഓക്കെ, ഇത് കുറച്ചെടുത്തിട്ട് അതിൽ മോയ്സ്ചറൈസറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇത്രയാണ് എടുത്തത്. കുറച്ച് ഫൗണ്ടേഷനും കുറച്ച് മോയ്സ്ചറൈസറും. ഇതിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണോ അത് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. കൈ കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ബ്രഷ് യൂസ് ചെയ്യുന്നതിലും കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫേസസ് കാനഡയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ജസ്റ്റ് അൺഡ്രൈഡ് അവിടെയും നോസിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചീക്കിൽ കൊടുക്കുന്നില്ല, ഒരു ലൈറ്റായിട്ടൊരു ഗ്ലോവി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര നാച്ചുറൽ ലുക്ക് കിട്ടും. നമ്മുടെ ഐബ്രോയുടെ ഷേപ്പിലൊന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ ഭാഗത്ത് ബാക്കിയുള്ള നമ്മുടെ ഈ ബ്രഷിലുള്ള ആ പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലൈറ്റായിട്ടും ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് കുറച്ച് ഡാർക്കായിട്ടും എപ്പോഴും കൊടുക്കുന്നതായിരിക്കും ഭംഗി. ഇനി ഞാൻ ഈ ഒരു ഐബ്രോ ജെല്ലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഷീഗ്ലാമിൻ്റെ ഒരു ഐബ്രോ ജെല്ലാണ്. നമ്മൾ ഐബ്രോ ജെല്ല് യൂസ് ചെയ്യുമ്പം ഈ ഓരോ മുടി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കും. അപ്പോൾ ഐബ്രോ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പിന് ഇതിപ്പം ഒരു ക്ലീൻ കേൾ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഐ ഷാഡോ നമുക്ക് യൂസ് ചെയ്യാമേ. ഇത് അനസ്റ്റേഷ്യയുടെ സോഫ്റ്റ് ഗ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ ഇതിലെ നമുക്ക് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം, ഈ ഒരു ബ്രൗൺ ഷെയ്ഡ്. ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതിയേ. സെയിം ഐ ഷാഡോ തന്നെ നമുക്ക് ഈ താഴെയും കൂടി ഇട്ട് കൊടുക്കാതെ. ഇനി ഇതിലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലിറ്ററി ഷെയ്ഡില് ഇതൊന്ന് ലൈറ്റായിട്ട് എടുത്തിട്ട് ഈ ഒരു ഇന്നർ കോർണറിലായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യാവേ. ഐ എഴുതുന്നൊന്നുമില്ല ഞാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മസ്കാര മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാം. മസ്കാര ഞാൻ മേബലിൻ്റെ ഈ ഒരു ഹൈപ്പർ കേൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കണ്ണ് എഴുതുമൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ മസ്കാര നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴെയും കൂടി ഇട്ട് കൊടുക്കാതെ. കണ്ണ് എഴുതിയില്ലെങ്കിലും മസ്കാര എനിക്ക് നിർബന്ധം. മസ്കാര ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. ഇനി വാട്ടർ ലൈനിൽ നമുക്കൊരു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡ് കൊടുക്കാം. ഇത് ഷീഗ്ലാമിൻ്റെ ഒരു ഹൈലൈറ്റ് പെന്നാണ്. അതിൻ്റെ ഈ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വാട്ടർ ലൈനിൽ ഈ വൈറ്റ് വെച്ചിട്ടും ഈ ന്യൂഡ് പെന്നൊക്കെ വെച്ചിട്ട് എഴുതുമ്പം കണ്ണ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. എനിക്ക് വൈറ്റ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഇത്തിരി ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഷീഗ്ലാമിൻ്റെ ഈ ഒരു ബ്ലഷാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് ഇതിൽ കാണുന്നില്ല, ഞാൻ എന്തായാലും മെൻഷൻ ചെയ്തേക്കാവേ. കൈ വെച്ച് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന്
ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ ബ്ലഷ് നല്ലതാണ് കേട്ടോ. ഷീഗ്ലാമിൻ്റെ കളർ ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലഷാണ്. ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം. ബ്ലഷ് ഇട്ട് കഴിഞ്ഞു. അടുത്ത് നമുക്ക് കുറച്ച് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. ഞാൻ കെ ബ്യൂട്ടിയുടെ ഈ ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഇത് പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊടിഞ്ഞു പോയി, കണ്ടോ? ഇങ്ങനെ ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ടാണ് എടുക്കുന്നത്, കാരണം ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഈ നോസിൻ്റെ ഈ അറ്റത്തായിട്ടും ലൈറ്റായിട്ടൊന്ന് കൊടുക്കാവേ. പിന്നെ നമ്മുടെ ഈ പുരികത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും കൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്പ്, ഒരു ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്ക് അല്ലേ, അപ്പോൾ നമുക്കൊരു ന്യൂഡ് ഷെയ്ഡ് കൊടുക്കാം. ഞാൻ മേബലിൻ്റെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്, ന്യൂഡ് ന്യൂആൻസ്. ഇതൊന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു ന്യൂഡ് കളറാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് ചെയ്തത്. പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ.